ഓക്കെ, ഈ വീഡിയോയിൽ നമുക്ക് വീണ്ടും മറ്റൊരു തിയറം സ്റ്റേറ്റ്മെൻറ്റ് എ സെറ്റ് വിത്ത് എക്സാക്ട്ലി 2 vectors is linearly dependent if and only if one is a scalar multiple of the other. നോക്കൂ, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റ് വിത്ത് 1 വെക്ടർ സിംഗിൾട്ടൺ സെറ്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ സെറ്റ് വിത്ത് 2 vectors ആണ്. So the statement is a set with 2 vectors is linearly dependent if and only if one is a scalar multiple of the other. അപ്പോൾ 2 vectors ഉള്ള സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ വെക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? 1 is a scalar multiple of the other ആയിരിക്കും. തിരിച്ചും പ്രൂവ് ചെയ്യണം. 1 അവർ സ്കാലർ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻ്റ് കൂടിയാണ്. പ്രൂഫ് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യേണ്ടതാണ് ഇത് സെറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം സെറ്റ് കൺസിഡർ ചെയ്യാം. പ്രൂഫ് ലെറ്റ് എസ് ഇസ് ഈക്വൽ 2 എലമെൻറ്റ്സ് ആണല്ലോ സെറ്റിലുള്ളത്. ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു V1 V2. എന്താണ് അസംഷൻ? ഫസ്റ്റ് വി അസ്യൂം ദാറ്റ് ദേ ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അസ്യൂം S is linearly dependent. Linear dependent എന്ന് പറഞ്ഞാൽ മീൻസ് എന്താണ്? There exists, this implies there exists scalars C1, C2 with at least one of them is non-zero and such that C1 V1 plus C2 V2 is equal to 0. ഇതാണ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഡെഫിനിഷൻ അല്ലേ? ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എപ്പോഴാണ് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ C1 V1 plus C2 V2 ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 ഈക്വൽ ടു 0 C2 ഈക്വൽ ടു 0. ശരിയല്ലേ? രണ്ടുപേരും 0 ആണ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും നോൺ സീറോ ആയിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. C1 V1 സപ്പോസ് ദ വെക്ടേഴ്സ് V1 V2 എക്സെട്ര Vn ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അതിൻ്റെ മീനിങ് എന്താണ്? C1 V1 പ്ലസ് C2 V2 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 ഈക്വൽ ടു C2 ഈക്വൽ ടു എക്സെട്ര അപ് ടു Cn എല്ലാ കോഎഫിഷ്യൻസും 0 ആയിരിക്കണം. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറഞ്ഞാലോ? അതിൻ്റെ മീനിങ് എന്താണ്? അതിലേതെങ്കിലും ഒരാളെങ്കിലും, ഇപ്പോൾ പറഞ്ഞ n സ്കാലാസിൽ ഏതെങ്കിലും ഒരാളെങ്കിലും എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. അതാണ് എൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 2 വെക്ടേഴ്സ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന ലീനിയർ കോമ്പിനേഷൻസിൽ C1 C2ൽ ഏതെങ്കിലും ഒരാളെങ്കിലും നോൺ സീറോ ആയിരിക്കണം. ക്ലിയർ? നമുക്ക് എന്താ അസ്യൂം ചെയ്യാം? അസ്യൂം ലെറ്റ് C1 നോട്ട് ഈക്വൽ ടു 0. ഈ ഫസ്റ്റ് കോഎഫിഷ്യൻ്റാണ് നോൺ സീറോ എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിൽ ഏതോ ഒരാൾ നോൺ സീറോയാണ്. ഇനിയിപ്പോൾ ഇയാളാണ് നോൺ സീറോ എങ്കിൽ നമ്മൾ അയാളെ ഇവിടേക്ക് എഴുതും. അപ്പോൾ അത് C1 ആയിട്ട് മാറും. ഇവിടെ ഇയാൾ ഇവിടെ എഴുതും. കുഴപ്പമില്ലല്ലോ. അസ്യൂം C1 നോട്ട് ഈക്വൽ ടു 0. നൗ C1 V1 പ്ലസ് C2 V2 ഈക്വൽ ടു 0 ഇംപ്ലൈസ് C1 V1 is equal to minus C2 V2. നമ്മൾ ഈ C1 സ്കാലർ ഫീൽഡിലെ നോൺ സീറോ മെമ്പറാണ്. അല്ലെങ്കിൽ നമുക്കെന്താ പറയാം, നമ്മൾ കൺസിഡർ റിയൽ വെക്ടേഴ്സ് ഓർ കോംപ്ലക്സ് വെക്ടേഴ്സ് ആണ്. എനിവേ C1 നോട്ട് ഈക്വൽ ടു 0 മീൻസ് ഇറ്റ് ഹാസ് ആൻ ഇൻവേഴ്സ്. ആ ഇൻവേഴ്സ് കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ V1 ഈസ് ഈക്വൽ ടു മൈനസ് C2 ബൈ C1 V2 എന്ന് കിട്ടും. ഇപ്പോൾ എന്താ കിട്ടിയത്? ഇപ്പോൾ നോക്കൂ, ഇതൊരു സ്കാലർ അല്ലേ? ആ സ്കാലറെ വേണമെങ്കിൽ നമുക്ക് ലാംഡ എന്ന് പേര് വിളിക്കാം. V1 ഈസ് ഈക്വൽ ടു ലാംഡ V2. V1 വെക്ടർ ഈസ് എ മൾട്ടിപ്പിൾ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദ സെക്കൻഡ് വെക്ടർ. പ്രൂഫ് ആയില്ലേ? നോക്കൂ, അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ 1 ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ ആണ്. കോൺവേഴ്സും പ്രൂവ് ചെയ്യാം. വളരെ എളുപ്പമാണ്. കോൺവേഴ്സ്ലി
കോൺവേഴ്സ്ലി അസ്യൂം വൺ ഈസ് എ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. കോൺവേഴ്സ്ലി അസ്യൂം V1 ഈസ് ഈക്വൽ ടു ലാംഡ V2. കഴിഞ്ഞു. അപ്പോൾ V1 മൈനസ് ലാംഡ V2 ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലേ. ഇവിടെ സ്കാല ഇത് നോക്കിയാൽ ഇവിടെയുള്ള കോഎഫിഷ്യൻസ് എല്ലാം 0 ആണോ? കോഎഫിഷ്യൻസ് എല്ലാം 0 അല്ല. എന്നാണ് അവരെന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ക്ലിയർ? ഇപ്പോൾ രണ്ട് എലമെൻറ്റ്സ് മാത്രമുള്ള സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ തിരിച്ചറിയാൻ എളുപ്പമുണ്ട്. എന്താ നോക്കണ്ടേ? അവരൊന്ന് മറ്റൊന്നിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. ആണെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ R2 വെക്ടേഴ്സ് എടുക്കാം. R2 S1 is equal to set 1 2 -3 -6. ഇവരിൽ ഈ സെറ്റ് S1 ലീനിയർ ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? ദിസ് വെക്റ്റർ ഈസ് എ സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ദിസ് വെക്റ്റർ. ശരിയല്ലേ? ഇതിനെ -3 കൊണ്ട് മൾട്ടിപ്ലൈ വയ്ക്കുക. -3 -6. So it is linearly dependent according to this theorem. മറ്റൊരു വെക്റ്റർ സെക്കൻഡ് R3 S2 is equal to set 1 2 3 2 5 6. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ്? ഇവിടുന്ന് ഒരു സ്കാലാർ മൾട്ടിപ്പിൾ എടുത്ത് കഴിഞ്ഞാൽ അതിനെ കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇത് 2 ആവും, ഇത് 6 ആവും. പക്ഷേ ഇത് കിട്ടുമോ? ഇല്ല. സോ സ്കാലാർ മൾട്ടിപ്പിൾ അല്ല. സ്കാലാർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദിസ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്, ദിസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ അല്ലേ? വേറെയും എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. തേർഡ് എക്സാമ്പിൾ എക്സ് കോമ സൈൻ എക്സ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്റ്റർ സ്പേസ് ഓഫ് ഫങ്ഷൻസ് ആണ്. എക്സ് കോമ സൈൻ എക്സ് ഡിസൈഡ് ചെയ്യുക, ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ? എന്താ നോക്കണ്ടേ? രണ്ട് വെക്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ നോക്കേണ്ടത് ഒന്ന് മറ്റൊന്നിൻ്റെ സ്കാലാർ മൾട്ടിപ്പിൾ ആണോ എന്നുള്ളതാണ്. ഇത് ഇയാളുടെ സ്കാലാർ മൾട്ടിപ്പിൾ ആണോ? അല്ല. സോ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ക്ലിയർ? നാലാമത്തെ മറ്റൊരു എക്സാമ്പിൾ sin 2x. രണ്ടാമത്തെ ഫംഗ്ഷൻ sin x ഇൻറ്റു cos x പ്രൊഡക്റ്റാണ്. ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ്? സ്കാലർ മൾട്ടിപ്പിൾ ആണോ? ഓക്കെ, മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ഓക്കെ, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്പിൾ 2 sin x cos x ആവും. 2 sin x cos x ആരാണ്? sin 2x ആണ്. സോ 1 ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദ അതർ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. ഓക്കെ അല്ലേ? നമ്മൾ ഈ സ്കാലർ മൾട്ടിപ്പിൾ പറയുമ്പോഴേ എപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ അപ്പോൾ ഇവിടെ 2, അപ്പോൾ നമുക്ക് കിട്ടുന്നത് ദിസ് ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദിസ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചും പറയാം കേട്ടോ, ഇവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതും കിട്ടും അല്ലേ. അപ്പോൾ ദിസ് ഈസ് എ സ്കാലർ മൾട്ടിപ്പിൾ ഓഫ് ദിസ് 1 എന്നും പറയാം. കുഴപ്പമില്ല, നിങ്ങൾക്കറിയാം. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ.